അടുത്ത കാലത്ത് പരമപുനിയ സർസംഘാൽക്ക് രാഷ്ട്രീയ സ്വയം സത്സംഗിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളും ഇവിടെ ജീവിക്കുന്ന ക്രിസ്ത്യാനിയും ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഞങ്ങളുടെ ഹിന്ദു എന്നുള്ള സങ്കല്പം. ചില മുസ്ലിം നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ പാപ്പയുടെ പാപ്പ ഹിന്ദു ആയിരുന്നു. ഇതെല്ലാം നമ്മുടെ പരിപാടിയിൽ വന്ന് സംസാരിച്ച ആൾക്കാരുണ്ട്, അന്നത്തെ MLA-മാരും ഒക്കെ. നമ്മുടെ യഥാർത്ഥ സങ്കല്പം മതേതരത്വം എന്നുള്ളതല്ല, സർവധർമ്മ സമഭാവനയാണ്. അവിടെ വിളക്ക് കൊളുത്താൻ കുറെ കാലമായിട്ട് വരെ അനുവദിക്കാറില്ല, പക്ഷെ കോടതി അനുവദിച്ചു. ജഡ്ജിയെ അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്, അദ്ദേഹത്തിനെ നമസ്കരിക്കുകയാണ്. ശരി, കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിരുന്നവർ, അതെ, അതിന് നേതൃത്വം കൊടുത്തത് കേരളവും തമിഴ്നാടും ചേർന്നുകൊണ്ടാണ്. ഭാരത പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു, തമിഴ് പഠിപ്പിക്കണം. രാമരാജ രവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അവിടുത്തെ പ്രതീകാത്മകമായിട്ട് ദീപം ജ്വലിപ്പിക്കുന്നു. ശബരിമലയിലായിരുന്നാലും ശരി, ഇത്തരം കച്ചവട സ്ഥാപനങ്ങളെല്ലാം തന്നെ ആ കടകൾ ഏറ്റെടുത്ത് നടന്നു. ഇതൊക്കെ എങ്ങനെയൊക്കെ സംഭവിച്ചു? ഹിന്ദുക്കളുടെ പേരിലെടുത്തിട്ട് ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് സാധാരണ ഫണ്ട് ചെയ്യാണ്. ശബരിമലയിൽ ഒരു പച്ച കൊടി, അതെ അതെ, അതിന് പിന്നിൽ ആരായിരിക്കും? വേണമെങ്കിൽ നീ കണ്ടോ എന്നുള്ള വെല്ലുവിളിയാണ് അവിടെ നടത്തിയത്. ഈ മാപ്പിളകളെ സ്വാതന്ത്ര്യ സമരമായിരുന്നു പറഞ്ഞ് EMS പോലും ഓടിപ്പോണ്ടി വന്നില്ലേ? അപ്പോൾ അത് ആരെ നോക്കിയിട്ടായിരുന്നു? EMSൻ്റെ കമ്മ്യൂണിസം നോക്കിയിട്ടായിരുന്നു അവർ ഓടിപ്പിച്ചത്. ചേട്ടാ നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരത്ത് മഹാമുരുക സംഗമം നടക്കുന്നുണ്ട്. അപ്പം ഈ സംഗമങ്ങളെല്ലാം നടക്കുമ്പോൾ നാടിന് പ്രയോജനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് എങ്ങനെയാണത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഹിന്ദു ധർമ്മ പരിഷത്ത് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ ശിവലിംഗ ഘോഷയാത്ര എന്നുള്ളൊരാൾ കൂട്ടരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. വളരെയധികം വേദന യാതന അനുഭവിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. വ്യക്തമായ ബോധം ഉള്ളവരാണ് അതിൻ്റെ സംഘടനാ പ്രവർത്തകർ. സേവന നിരതരായി വളർന്നു വന്നവരാണ് അതിൽ സംഘാടകർ. നല്ലൊരു ഭാഗം ഇതിൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറേ സേവനം ചെയ്യുന്നുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന സേവനം, അതായത് കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു, സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്ത കുട്ടികളെ. അതിൻ്റെ പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ നേരിട്ടല്ല കൊടുക്കുക. ഇപ്പം ഞാൻ ഒരു കുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയും കണ്ടെത്തും. ആ വ്യക്തിയോട് പൈസ നമ്മുടെ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റും, പറയും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെക്ക് കൊടുക്കും, അദ്ദേഹത്തിനെ കൊണ്ട് ആ കൊച്ചിന് കൊടുപ്പിക്കും. അപ്പം ഒരഴിമതിയും പിന്നെ അതിൽ നടക്കില്ല. അങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇത് കൂടാതെ ആരോരുമില്ലാത്ത ചില അമ്മമാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട്, ആ പേര് വിദ്യാലക്ഷ്മി എന്നാണ് ആദ്യത്തെ. ഇതേപോലെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ വൃദ്ധലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യുന്നു. ഇത്തരം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. കൊറോണ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയമാണ്. പക്ഷെ നമ്മുടെ ചില പ്രവർത്തകർ അതിൽ മുൻകൈയെടുത്ത് മറ്റുള്ളവരോടൊപ്പം യോജിച്ചുകൊണ്ട് വീടുകളിൽ ഭക്ഷണം എത്തിക്കാനും വീടുകളിൽ സാധനം എത്തിക്കാനും ഇങ്ങനത്തെ കുറേ ശ്രമങ്ങൾ നടത്തി. അറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഘടനയല്ല, പക്ഷേ വലിയ സംഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടൊരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ വലിയൊരു സംഘടന പ്രചോദനം ഉൾക്കൊണ്ടാണ്. ആർക്കും അംഗീകാരത്തിന് വേണ്ടിയിട്ടല്ല, ഒന്നുമല്ല. അവിടെ നമ്മൾ പറയാറുണ്ട്, ഏത് തരത്തിൽ അതിൽ ചെയ്തോ അതേപോലെ തന്നെ ഇതിലൊന്നും പ്രതീക്ഷിക്കാതെ വരുന്നവരുമായി അത്തരം ആൾക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനിയും ഇതേപോലത്തെ ചില സേവാ പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം തന്നെ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ആ ജനങ്ങളുടെ സപ്പോർട്ട്, സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കാൻ തന്നെയാണ് നമ്മൾ ഇതേപോലത്തെ വലിയ പരിപാടി വയ്ക്കുന്നതും. മാസം നമ്മൾ ചർച്ച വയ്ക്കുന്നുണ്ട്, ചില സെമിനാറുകൾ വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം എല്ലാ മാസം വയ്ക്കുന്നുണ്ട്. ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത്തരം ത്യാഗം ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുള്ളത് കൊണ്ട് ഏതെങ്കിലും വിധത്തിലൊക്കെ നമ്മൾ പരിപാടി നടത്തും. പക്ഷേ അതിൽ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ അവിടെ സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതോടൊപ്പം അത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടായിരിക്കണം, ഈ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ടായിരിക്കണം. നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന സമയത്ത് ഒരു മതത്തിൻ്റെതല്ല. അടുത്ത കാലത്ത് പരമപുനിയ സർസംഘാൽക്ക് രാഷ്ട്രീയ സ്വയം സത്സംഗിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളും ഇവിടെ ജീവിക്കുന്ന ക്രിസ്ത്യാനിയും ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഞങ്ങളുടെ ഹിന്ദു എന്നുള്ള സങ്കല്പം. ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ സങ്കല്പവും
ഇത് തന്നെ ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ ഇവർ രാജ്യദ്രോഹികളാകരുത്. അതെ അതെ ഇത് നമ്മുടെ മാതൃഭൂമിയാണ്, പിതൃഭൂമിയാണ്, കർമ്മഭൂമിയാണ്, ധർമ്മഭൂമിയാണ്, എല്ലാം അംഗീകരിക്കുന്നവരായിരിക്കണം. ചില മുസ്ലിം നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ പാപ്പയുടെ പാപ്പ അതെ അതെ ഹിന്ദു ആയിരുന്നു. ഹിന്ദുവായിരുന്നു. ഇതെല്ലാം നമ്മുടെ പരിപാടിയിൽ വന്ന് സംസാരിച്ച ആൾക്കാരുണ്ട്. അന്നത്തെ MLA-മാരും ഒക്കെ ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ പരിപാടിയിൽ വന്നിട്ട് അവർ പുറത്തു പോയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതെ അതെ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അതെ ധാരാളം ആൾക്കാർ നമ്മളെ പരിപാടിയിൽ വരുന്നു, അവരെല്ലാവരും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നുള്ളത്. അതുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥ മതമൈത്രി എന്ന് പറയുന്നത് ഇതാണ്. അതെ അല്ലേ? ആ അവർ ചെയ്യാൻ വേറെ പ്രശ്നമില്ലല്ലോ. ഇതാണല്ലോ നമ്മുടെ യഥാർത്ഥ സങ്കല്പം. മതേതരത്വം എന്നുള്ളതല്ല, സർവധർമ്മ സമഭാവനയാണ്. അതെ അതെ അതിനേക്കാൾ വലിയൊരു സംഗതി ഇല്ലല്ലോ. ഇല്ല. പിന്നെ ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആരാ? ഹിന്ദുവാണ് പ്രാർത്ഥിക്കുന്നത്. അത് ഭാരതീയ കാഴ്ചപ്പാടാണ്. അതെ അത് നമ്മുടെ ഋഷിമാർ മുന്നോട്ട് കൊണ്ടുവന്ന കാഴ്ചപ്പാടാണ്. തീർച്ചയായും ഈ തീർച്ചയായും കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. തീർച്ചയായും. അപ്പോൾ എന്തുകൊണ്ട് വെച്ചാൽ പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരാതെ തന്നെ സേവനം അതിൻ്റെ ഭാഗമാണ്. തീർച്ചയായും യാഗവും സേവനമാണല്ലോ നമ്മുടെ കാഴ്ചപ്പാട്. തീർച്ചയായും തീർച്ചയായും ഇത്തരം സംഗമങ്ങൾ നമ്മൾ ഒന്ന് ചേരുമ്പോഴും അല്ലെങ്കിൽ ചേർത്ത് വയ്ക്കുമ്പോഴും അതിലൊരു സേവനവും അതിലൊരു സർവീസും ഒരു സമൂഹത്തെ ഉയർത്തുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ഒപ്പം മറ്റൊരു കാര്യം, ഇപ്പം മുരുകസംഗമം നടത്തുന്നതുകൊണ്ട് ചോദിക്കണം, തമിഴ്നാട്ടിൽ അവിടെ ഒരു വിളക്ക് കൊളുത്താൻ ഒരു സമൂഹം ഹിന്ദു സമൂഹം അവിടെ വിളക്ക് കൊളുത്താൻ പോകുന്നു. അവർക്ക് വിളക്ക് കൊളുത്താൻ നിഷേധിക്കുന്നു. അത് മറ്റൊരു സമൂഹം, മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവർ, അതിനവിടുത്തെ എല്ലാ സപ്പോർട്ടും സർക്കാർ ചെയ്തു കൊടുക്കുകയാണ്. നിങ്ങളെ സ്വത്വം നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ വിളക്ക് കത്തിക്കണ്ട എന്ന് പറയുകയാണ്. പക്ഷേ അത് വിളക്ക് കത്തിച്ചു. എന്നാലും അങ്ങനെ ഒരു തടയിടാനായിട്ട് ഇവർക്ക് എങ്ങനെയാണത്? ശരിക്കും നമ്മുടെ ദ്രാവിഡ രാഷ്ട്രീയം, ദ്രാവിഡർ എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, വലിയ ഭാഗമാണത്. പക്ഷെ ആ ദ്രാവിഡ രാഷ്ട്രീയം ഇപ്പോൾ പോകുന്നത് മറ്റെങ്ങോട്ടൊക്കെയാണ്, ദേശീയതയില്ലാതെ. അതെ അതെ. ഇപ്പം ഇത് നടന്ന സ്ഥലം തൃപ്രംകുണ്ടാണ്. അതെ അവിടെ ആ വലിയ കുന്നാണത്. അതെ അവിടെ മുരുക ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ്. തിരുപ്പരംകുണ്ടം ഇപ്പം നമ്മൾ കൊണ്ടുവന്ന 6 പടയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ വിളക്ക് കൊളുത്താൻ കുറേ കാലമായിട്ട് ഇവർ അനുവദിക്കാറില്ല. പക്ഷെ കോടതി അനുവദിച്ചു. ആ കോടതിയിലെ ജഡ്ജിയെ അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്, അദ്ദേഹത്തിനെ നമസ്കരിക്കുകയാണ്. ശരിക്കും ഇത്രയും ധൈര്യം ആ തമിഴ്നാട്ടിൽ കാണിച്ചു എന്നുള്ളതിൽ. തമിഴ്നാട്ടിൽ കുറേ നാളായിട്ട് എന്താ നടക്കുന്നത്? ഹിന്ദുത്വത്തിൽ, അതായത് സനാതന ധർമ്മത്തെ മുഴുവൻ എതിർക്കുക. അത് ക്യാൻസറാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ. ഇത് പറയുന്ന മന്ത്രിമാർ അത് കട്ട് ചെയ്ത് കളയുന്നല്ലേ. അത് കുറേ കാലമായിട്ട് ഹിന്ദുത്വത്തിനെതിരായിട്ട് കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിരുന്നവർ. അതെ, അതിന് നേതൃത്വം കൊടുത്തത് കേരളവും തമിഴ്നാടും ചേർന്നുകൊണ്ടാണ്. ആ സമയത്ത് അങ്ങനെയല്ല, നമ്മൾ ഒന്നാണെന്നും പറഞ്ഞിട്ട് മറ്റൊരു പരിപാടി ഇവിടെ നടത്തേണ്ടതായിട്ട് വന്നു, ഒരു കാഴ്ചപ്പാട് കൂടിയിട്ട്. അപ്പം ഇതേപോലെ തന്നെ സാധാരണ ഹിന്ദുക്കൾ, ഭക്തരായ ആൾക്കാർ, ഹിന്ദുക്കൾ അവിടെ ചിന്തിച്ചു. അവരവിടെ വിളക്കുകൾ കൊടുത്തെന്ന് ചിന്തിച്ചു, പ്രവർത്തിച്ചു. അതിനു വേണ്ടിയിട്ടാണ് അവരവിടെ വിളക്കൊളുത്താൻ പോയത്. അപ്പം അതിന് വേണ്ടിയിട്ട് സർവശക്തിയും പകർന്നു കൊടുക്കാൻ അവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറായി എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇത്രയും രൂക്ഷമായി ഹിന്ദുത്വത്തെ എതിർക്കുന്ന സ്ഥലത്ത്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ എതിർക്കുന്ന സ്ഥലത്ത് ഹിന്ദു സമൂഹം മുന്നോട്ട് വരുന്നു. അത് വലിയൊരു പ്രത്യേകതയല്ലേ? തീർച്ചയായും. ഇതിൽ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, ചോളന്മാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന യോഗദണ്ഡ് അവിടുത്തെ ആധ്യാത്മിക ആചാര്യന്മാർ പാർലമെൻറ്റിൽ മന്ദിരത്തിൽ സ്ഥാപിക്കാൻ എത്തിച്ചു. ഇവിടെ എന്താ നടക്കുന്നത്? ഹിന്ദി പ്രദേശങ്ങളിലെ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്നു ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളെ എന്ന് പറയുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഭാരത പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു തമിഴ് പഠിപ്പിക്കണം തെക്കൻ ഭാഗങ്ങളിൽ. അതുമാത്രമല്ല, അവിടെ തമിഴ് ഭാഷ സംസാരിക്കുന്നവരുടെ സംഗമം സംഘടിപ്പിച്ചു കാശിയിൽ, ഏറ്റവും പവിത്രമായ സ്ഥലത്ത്. നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? കന്യാകുമാരി മുതൽ കാശ്മീരം വരെ എന്നുള്ളതാണ്. അത് ഒരു രാഷ്ട്രമാണ്. ആ ഭാഷകളൊക്കെ വേറെ ആയിരിക്കാം. ഇതാണ് ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് പാർലമെൻറ്റിൽ സ്ഥാപിച്ചു.
ഒരു വലിയ പ്രത്യേകതയല്ലേ? തീർച്ചയായും തീർച്ചയായിട്ടും. അതുപോലെ ഭാഷ, എല്ലാ ഭാഷയും പഠിക്കണം, തമിഴും പഠിക്കണം എന്നുള്ളത് വലിയൊരു പ്രത്യേകതയല്ലേ? അതെ. ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ഈ തിരുപ്പുറംകുണ്ടം സംഭവം നടക്കുന്നത്. അപ്പോൾ അതിന് കേസ് കൊടുത്ത ഒരാളുണ്ട്, രാമരാജ രവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ പരിപാടിയിൽ വന്ന് അദ്ദേഹം അവിടുത്തെ പ്രതീകാത്മകമായിട്ട് ദീപം ജ്വലിപ്പിക്കുന്നു ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടി കൂടി ഇവിടെ സംഘടിപ്പിക്കുന്നത് 18-ാം തീയതിയാണ്. അപ്പം ഇങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് രാജ്യദ്രോഹ ശക്തികളെ തടഞ്ഞു നിർത്താൻ നമ്മളാലാകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഈ മുരുകസംഗമം കൂടിയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത്തരം ക്ഷേത്രങ്ങൾക്ക് ചുറ്റിനും ഇത്തരം മതക്കാർ എങ്ങനെയാണ് വന്ന് അവരുടെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നത്? ഹിന്ദുക്കളുടെ ഇപ്പോൾ ഒരു മറ്റൊരു കാര്യമുണ്ട്. ശബരിമലയിലായിരുന്നാലും ശരി, ഇത്തരം കച്ചവട സ്ഥാപനങ്ങളെല്ലാം തന്നെ നമ്മൾ അതിൻ്റെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ, അതിൻ്റെ തെളിവിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റൊരു മതത്തിൻ്റെ വിശ്വാസിയായിരിക്കും അത് ആ കടകൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇതൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ബിനാമി ഇടപാട് ഹിന്ദുവിൻ്റെ സ്വാർത്ഥതയാണ് കാരണം, വേറെ ആരെന്ത് പറയുന്നതല്ല. ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നത് ഹിന്ദുവിൻ്റെ സ്വാർത്ഥതയാണ്. ഹിന്ദുക്കളുടെ പേരിലെടുത്തിട്ട് ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് സാധാരണ ഫണ്ട് ചെയ്യാണ്. അപ്പോൾ അതുപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ഇപ്പം ഇന്നലെ നടന്നൊരു സംഭവം, ഇന്നലെ 2 ദിവസമായി ശബരിമലയിൽ ഒരു പച്ച കൊടി. അതെ അതെ. അതിന് പിന്നിൽ ആരായിരിക്കും? അന്വേഷിക്കണ്ടേ? കണ്ടെത്തണ്ടേ? ഹിന്ദുത്വ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നീ കണ്ടോ എന്നുള്ള വെല്ലുവിളിയാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. ഇപ്പം ഓരോ ക്ഷേത്രങ്ങളുടെയും ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ഇലക്ഷൻ നടന്ന സമയത്ത് ചില സ്ഥലത്ത് ചില ആൾക്കാരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം തന്നെ ഹിന്ദുത്വത്തിനെതിരായിട്ടാണ്, ക്ഷേത്രങ്ങൾക്കെതിരായിട്ടാണ്. ആരെ പ്രീണിപ്പിക്കാനാ? ഇവർ ചിന്തിക്കണ്ടേ ഇവിടെ കൊല ചെയ്യാൻ പോണ RSSകാരെയോ BJPക്കാരെയോ ഹിന്ദു പരിഷത്തുകാരെയോ അല്ല, ഞങ്ങളെല്ലാവരും ഇത് ബാധിക്കും, ചിന്തിക്കണ്ടേ ഞങ്ങളെ തലമുറയെ ബാധിക്കും എന്നുള്ളത്. 1921 മാപ്പിളകളെ ഇനി ഓർമ്മിപ്പിക്കണോ ഇവരെയൊക്കെ? അന്ന് ഈ മാപ്പിളകളെ സ്വാതന്ത്ര്യ സമരമായിരുന്നു പറഞ്ഞ് EMS പോലും ഓടിപ്പോണ്ടി വന്നില്ലേ ചെറുപ്പത്തിൽ? അപ്പോൾ അത് ആരെ നോക്കിയിട്ടായിരുന്നു? EMSൻ്റെ കമ്മ്യൂണിസം നോക്കിയിട്ടായിരുന്നു അവർ ഓടിപ്പിച്ചത്? അല്ല. കൊന്നത് കോൺഗ്രസ്സുകാരെ നോക്കിയിട്ടായിരുന്നു? അല്ല. എല്ലാ ഹിന്ദുക്കളെയും നോക്കിയിട്ട് മാത്രം. ഇത് തന്നെ ഇനിയും സംഭവിക്കാം.